ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ സർക്കാർ വായ്പയെടുക്കുന്നു. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 2000 കോടി രൂപ വായ്പയെടുക്കാനാണ് തീരുമാനം. 9.1% പലിശയ്ക്കാണ് വായ്പയെടുക്കുന്നത്. സെപ്റ്റംബർ മാസം മുതൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ്. ഒരു മാസം 1600 രൂപ നിരക്കിൽ 6 മാസത്തെ കുടിശ്ശികയായി ഒരു ഗുണഭോക്താവിന് 9600 രൂപ ലഭിക്കാനുണ്ട്. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിൽ കുറച്ചെങ്കിലും വിതരണം ചെയ്തേ മതിയാകൂ. CPM സംസ്ഥാന കമ്മിറ്റി 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയെങ്കിലും വിതരണം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. 2 മാസത്തെ പെൻഷൻ വിതരണത്തിന് 1800 കോടി രൂപ വേണം. ഈ സാഹചര്യത്തിലാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് 2000 കോടി രൂപ വായ്പ എടുക്കുന്നത്. 9.1% പലിശ നിരക്കിലാണ് വായ്പ. പൊതുവിപണിയിൽ നിന്ന് വായ്പ എടുത്താൽ കേന്ദ്രത്തിന്റെ പിടിവീഴും. എങ്ങനെയും പണം കണ്ടെത്താനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം മറുവശത്ത്. ഇതാണ് ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുക്കാനുള്ള കാരണം. എത്രയും വേഗം ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് പണം സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് കൊടുത്തു തീർക്കാനാണ് ധനവകുപ്പിന്റെ ഭഗീരഥ ശ്രമം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.